പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം മനുഷ്യരിലേക്ക് ചൊരിയുന്ന വലിയൊരു കൃപയുടെ നിമിഷമാണ് ഓരോ പ്രഭാതവും. ഒരു പുതിയ സന്തോഷത്തിൻ്റെ നിറവിലേക്കാണ് നാം കടന്നു വരുന്നത്. സൂര്യൻ്റെ അരുണകിരണങ്ങളേറ്റ് ഈ ലോകത്തിലുള്ള സകലതും സന്തോഷിക്കുന്ന ആ സമയം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം ഒരുക്കിയ സമയമാണ് ഈ പ്രഭാതം. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് പ്രഭാത വിരുന്ന് എന്നീ ശുശ്രൂഷ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുവതി യുവാക്കൾ അവരുടെ ജീവിത മേഖലകളിൽ വലിയ ദൈവിക ചൈതന്യം സ്വീകരിക്കുവാനും നന്മയിൽ വളരുവാനും സ്നേഹത്തിൽ വളരുവാനും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുവാനും ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനും തക്കവിധം ശക്തമായ ദൈവിക ഇടപെടലുകൾ എല്ലാ യുവജനങ്ങളിലും ഉണ്ടാകുവാൻ യുവജനങ്ങളെയെല്ലാം ഇന്ന് നമുക്ക് സമർപ്പിച്ച് ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം നമുക്കൊരു നിമിഷം യാചിക്കാം. പരിശുദ്ധ അമ്മ എല്ലാവരെയും പുത്രൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പരിശുദ്ധ അമ്മേ, ആ പുത്രനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവിധം എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മെയും നാമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈ ലോകത്തിലുള്ള ഓരോരുത്തരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തി നമ്മെ വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കുന്നത്, വചനത്തിന് നിറവും ആത്മീയ സന്തോഷവും
സമാധാനവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഉടനീളം ആത്മീയ ചൈതന്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വലിയൊരു ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിച്ച് ഏറ്റവും വലിയ ദാഹത്തോടെ ഈശോയുടെ തിരുവചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. ദൈവപ്രമാണങ്ങളാൽ അവർ പരിപുഷ്ടരായിത്തീരും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ദൈവഭയത്തിലുള്ളവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ദൈവ ഇഷ്ടം അവരുടെ ജീവിതങ്ങളിൽ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. ദൈവപ്രമാണങ്ങളാൽ അവർ പരിപുഷ്ടരാക്കപ്പെടും, പൂർണ്ണരാക്കപ്പെടും. അപ്പോൾ പൂർണ്ണത നൽകുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ദൈവകൽപ്പനകളെ സ്വീകരിക്കുമ്പോഴാണ് പൂർണ്ണത നമുക്കുണ്ടാവുന്നത്. ദൈവപദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പൂർണ്ണതയുടെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം മറ്റൊന്നുമല്ല, ദൈവകൽപ്പനയാൽ പൂർണ്ണരാക്കപ്പെടുക എന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ദൈവകൽപ്പനകളെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ സാധിക്കും. വചനം നിറഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും ദൈവിക സംവിധാനത്തിൽ നിന്നും അകന്നു പോകില്ല. വചനത്തിൻ്റെ നിറവുള്ള ഒരു വ്യക്തി ഒരിക്കലും ദൈവിക കാര്യങ്ങളിൽ നിന്നും അകന്നു പോകില്ല. ദൈവകൽപ്പനകളെ ഒരിക്കലും അവർ ധിക്കരിക്കില്ല. അപ്പം ദൈവകൽപ്പനകളെ ധിക്കരിക്കാത്ത ഒരു ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതത്തിലും ഈശോ നമ്മെ വിളിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. തൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും തൻ്റെ സ്നേഹത്തിൽ വളരുവാനും തൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും അവൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനുമായിട്ടാണ് ഓരോ പ്രഭാതത്തിലും ഈശോ നമ്മെ വിളിക്കുന്നത്. അപ്പോൾ യേശു ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് യേശുവിനോട് ചേർന്ന് നിന്ന് അവിടുത്തെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. വീണ്ടും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കുന്നു. അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കുന്നു. ഹൃദയം ഒരുക്കി വയ്ക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവരാണ് ഹൃദയം ഒരുക്കി വയ്ക്കുന്നത്, വേറെ ആരുമല്ല. ആരാണോ ദൈവത്തെ ഭയപ്പെടുന്നവർ അവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവർ റെഡിയായിരിക്കും. എന്തിനു വേണ്ടിയാ? അനുഗ്രഹം പ്രാപിക്കാനാ. അനുഗ്രഹം പ്രാപിക്കാൻ അവർ ഒരുക്കമുള്ളവരാ. നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ
മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സുവിശേഷ ഭാഗമുണ്ട്. 10 കന്യകമാരുടെ ഉപമയിലാണ് ഇത് വിവരിക്കുന്നത്. 5 കന്യകമാർ വിവേകവതികളും 5 പേർ വിവേകമില്ലാത്തവരുമായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുക. എന്നിട്ട് എന്തു പറ്റി? മണവാളനെ സ്വീകരിക്കുവാനായി 5 പേർ തങ്ങളുടെ വിളക്കുകളോടൊപ്പം എണ്ണയും എടുത്തു. 5 പേർ വിളക്കുകൾ മാത്രമാണ് എടുത്തത്. അവർ വിളക്ക് തെളിച്ചു കഴിഞ്ഞപ്പോൾ ആ എണ്ണ പറ്റിപ്പോയി. തുടർന്ന് കത്തുവാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് തന്നെ അവർ മാറ്റി നിർത്തപ്പെടുകയാണ്. അവർ നോക്കുമ്പോൾ വിളക്കുകൾ കത്തിക്കാൻ സാധിക്കുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് തികയാൻ മാത്രമേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ, നിങ്ങൾ പോയി കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളുക. കടയിൽ നിന്ന് വാങ്ങാൻ പോകുന്ന സമയത്താണ് മണവാളൻ വരുന്നതും മണവറത്തോഴര് മണവാളനോടൊത്ത് അകത്ത് പ്രവേശിക്കുന്നതും. ആ വാതിലടച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് മുട്ടി വിളിക്കുകയാണ്. എന്നാൽ അകത്തുനിന്നൊരു സ്വരം കേട്ടു, നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുക്കമില്ലാത്തവർക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സ്വരമാണത്. നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. അനേക കാര്യങ്ങൾ ചെയ്ത് അനേക രീതിയിൽ ജീവിച്ച് അനേകമായ പദ്ധതികളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാ കാര്യത്തിനും ഒരുക്കമുള്ള ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കേണ്ടേ? യേശുവിനെ സ്വീകരിക്കാനാ? യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാനാ? യേശുവിൻ്റെ കരുണയിലായിരിക്കാനാ? ഒരുക്കമുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി ഞാൻ മാറുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹമായി തീരുന്നില്ല. ഒരുക്കമുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്നിൽ കാണുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു സന്തോഷവും ലഭിക്കത്തില്ല. ഭൗതികമായ ക്ഷണികമായ ചില സന്തോഷങ്ങൾ ഒരുപക്ഷെ കടന്നു വരാം. അത് ക്ഷണികമാണ്, ക്ഷണനേരത്തിൽ അത് നശിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുക്കമുള്ളവരായി തീർന്ന് ദൈവസന്നിധിയിൽ അവിടുത്തെ സ്നേഹത്തിൽ വസിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി നാം മാറണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരുക്കമില്ലാത്തവർക്ക് സ്വർഗീയ ആനന്ദത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നുകൂടെ അർത്ഥമുണ്ട്. ബാഹ്യമായ മാനുഷികമായ തലത്തിലുള്ള ഒരു ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ആത്മീയമായ സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്നും കടന്നു വരുന്ന ഒരു ഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരുക്കമുള്ളവരായി തീർന്ന് 5 കന്യകമാർ അവർ ഒരുക്കമുള്ളവരായിരുന്നതുകൊണ്ട് മണവാളനോടൊത്ത് പ്രവേശിക്കാൻ സാധിച്ചു. ഒരുക്കമില്ലാത്തവരായിരുന്നതുകൊണ്ട് ബാക്കിയുള്ള 5 പേരും പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ പുറന്തള്ളപ്പെടേണ്ട മേഖലകളിൽ നിന്നും ചേർത്ത് നിർത്തപ്പെടേണ്ട മേഖലയിലേക്കുള്ള ഒരു വളർച്ച അത് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ എത്രത്തോളം സ്വീകരിക്കുന്നുവോ അത്രത്തോളം അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വയ്ക്കുന്നു, അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ വിനീതരായിരിക്കും. ആ വിനീത ഭാവമുണ്ടെങ്കിലേ ഒരുക്കമുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു മനോഭാവത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ദൈവകൃപയിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ആത്മീയമായ അഭിഷേകം നമ്മിലുണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ അനുഗ്രഹവും നമ്മൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ, നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കടന്നു വരുവാനും ഐക്യത്തിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെതായ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് യുവജനങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഭാവി അവർക്ക് ലഭിക്കുവാൻ, അവരുടെ തീരുമാനങ്ങൾ ദൈവികമായി തീരാൻ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആശീർവദിക്കപ്പെടാൻ, അവരുടെ ജീവിത മേഖലകൾ, അവരുടെ ഭാവി വിശദീകരിക്കപ്പെടാൻ, ദൈവിക പദ്ധതി എന്തെന്ന് അറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും പ്രത്യേകം ഓർക്കാം. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, തകർച്ചയിലായിരിക്കുന്നവർ ഓർക്കാം. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർക്കാം. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുവാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. അവരിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം നിറയാൻ, ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുവാൻ തക്കവിധം കർത്താവെ എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ എല്ലാം ജീവിതങ്ങളും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. അവരിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നമുക്ക് ലഭിക്കുവാനായും പ്രാർത്ഥിക്കാം. അവരോട് ചേർന്നൊരു ജപമാലയോ കരുണ ജപമാലയോ ഒക്കെ ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് തിരുസഭയോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയൊരു കൃപയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശദീകരിക്കാം. രോഗപീഠകളായിരിക്കുന്നവരെ എല്ലാം സമർപ്പിക്കാം. എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ രോഗത്തിനടിമപ്പെട്ടവരുണ്ടാവാം. അങ്ങനെയുള്ളവരെയൊക്കെ ഓർക്കാം. അയൽവക്കങ്ങളെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ ഓർക്കാം. അതേപോലെ ജോലി മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരെ ഓർക്കാം. എല്ലാ നിയോഗങ്ങളെയും എല്ലാ പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ വലിയൊരു ദൈവിക ഇടപെടലിന് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു
സ്വീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരേ എത്തിടുമ്പോൾ, എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരേ എത്തിടുമ്പോൾ, 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. എല്ലാം മറന്നൊന്ന് അങ്ങയെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. എല്ലാം മറന്നൊന്ന് അങ്ങയെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. പരിശുദ്ധ പിതാവിനോടും എല്ലാ കർദിനാളന്മാരോടും എല്ലാ മെത്രാന്മാരോടും എല്ലാ സമർപ്പിതരോടും സന്യസ്തരോടും
വൈദിക ഗണങ്ങളോടും ചേർന്ന് പ്രത്യേകമായി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ അനുഗ്രഹം എല്ലാവരിലേക്കും നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ്റെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. കാവൽ മാലാഖമാരുടെ പ്രത്യേക മധ്യസ്ഥവും യാചിക്കാം. ഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയം കൂടാരങ്ങളിലായിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഇന്നേ ദിവസം ഒരു ജപമാലയും അതേപോലെ തന്നെ ആത്മപ്രേരണയനുസരിച്ച് ഭക്തകൃത്യങ്ങളും അനുഷ്ഠിച്ച് നമുക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും ഈ ശുശ്രൂഷയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിൻ്റെ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.